മക്കളെ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? കുറച്ച് ദിവസമായി ഞാൻ ഇങ്ങനെ ഭക്ഷണമൊക്കെ ആയിട്ട് വന്നിട്ടില്ലയോ. അതെ, കാര്യമുണ്ട് മക്കളെ. ഇന്ന് ഇവിടെ വെപ്പപ്പൊടിയൊന്നുമില്ല. വെപ്പപ്പൊടിയുണ്ട്, വെപ്പില്ല. രാവിലത്തെ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കും, കഴിക്കും. പിന്നെ ഉച്ചയ്ക്ക് നമ്മുടെ അമ്പലത്തിൽ ഉത്സവമാണ്. അവിടുന്ന് കഞ്ഞി, അസ്ത്രം അല്ലെങ്കിൽ പയറൊക്കെ കൊണ്ടുവരും. അതാണ് കഴിക്കുന്നത്. അപ്പം നമ്മൾ സ്റ്റാർച്ച് കൂടിയ ഭക്ഷണങ്ങളാണ് ദിവസവും കഴിക്കുന്നത്. എങ്കിൽ പോലും കഞ്ഞി കൊണ്ടുവരുമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ 3 പേർക്കും മതിയല്ലോ, ഓരോ തവി കഞ്ഞി മതിയല്ലോ എന്ന് നമ്മൾ ഭക്ഷണമൊന്നും വെക്കാറില്ല കേട്ടോ. അപ്പം ഞാൻ ഇന്നാണ്ട് ഈ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കും നിങ്ങളെന്ന് കാണിക്കാനായിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വെജിറ്റബിൾ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. വെറും സിമ്പിളായിട്ട് ഉണ്ടാക്കിയൊരു കറിയാണ്. വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. കണ്ടില്ലേ? ഇത് വെജിറ്റബിളും, അത്യാവശ്യം വെജിറ്റബിളും പിന്നെ ഗ്രീൻ പീസുമാണ്. അപ്പോൾ ഇത് ഇത്രയും ഞാൻ കഴിക്കും. ഈ 2 ചപ്പാത്തി കഴിക്കും. എന്നിട്ടും എനിക്ക് പ്രോട്ടീനും ഇല്ല, ഷുഗർ കൂടുതൽ ഒക്കെ. അപ്പം നമ്മുടെ ഭക്ഷണം നമ്മൾ കറക്റ്റ് അല്ല കഴിക്കുന്നത് കേട്ടോ. നമ്മൾ ഇഷ്ടം പോലെ ചോറ് വാരി കഴിച്ചിട്ട് നമ്മൾ ചോറ് കഴിക്കാനായിട്ട് നമ്മൾ കറി കൂട്ടുന്നത് അതങ്ങനെയല്ല കഴിക്കുന്നത്. നമ്മൾ കറി കഴിക്കാനായിട്ട് കുറച്ച് ചോറ്, അങ്ങനെയാണ് അതിൻ്റെ രീതി. പക്ഷെ അങ്ങനെ പറ്റുമോ? നമ്മുടെ കേരളീയർ നമ്മുടെ ഭക്ഷണം എന്ന് പറയുന്നത് ചോറാണ്. പണ്ട് കാലത്ത് ഞാനൊക്കെ പണ്ട് മീനും ചോറും മാത്രം നിന്ന വ്യക്തികളാണ്. പക്ഷെ ഇപ്പം എന്ത് ചെയ്യാനൊക്കെ. അന്നൊന്നും എൻ്റെ തലമുറ, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നും, എൻ്റെ അച്ഛനാണ് 93 വയസ്സ് വരെ ജീവിച്ച. അമ്മയ്ക്ക് പിന്നെ അൾസിബേഴ്സ് ആയത്. അമ്മ 72 വയസ്സായപ്പോൾ മരിച്ചു. എന്നിട്ട് ഓരോ അത്രയൊക്കെ കാലം ഈ മീനും ചോറും ചീനിയൊക്കെ തിന്ന് ജീവിച്ചു. പക്ഷെ ഇപ്പോഴത് പറ്റുന്നുണ്ടോ? ആണ്. മീൻ എന്ന് പറയുമ്പോൾ പ്രോട്ടീനും കാൽസ്യവും പിന്നെ അതിനകത്ത് എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മീനും ചോറും, മീൻ ഇഷ്ടം പോലെ കഴിക്കുമെന്ന് കേട്ടോ. അപ്പം ഞാൻ കൂടുതൽ കാട് കയറി സംസാരിക്കുന്നില്ല. അപ്പം ഞാൻ ഇന്നിത് കഴിക്കാനുള്ള, എന്നിട്ടും എനിക്ക് ആവശ്യത്തിനായിട്ട് ഒന്നുമില്ല. അപ്പം ഇതൊന്നും കഴിക്കാതെ ചോറ് മാത്രം കഴിക്കുന്നവരുടെ അവസ്ഥ ആലോചിച്ചു. ഉച്ചയ്ക്ക് ഒരു 10 ചോറ്, അതിലൂടെ വെജിറ്റബിളൊക്കെ ചേർത്താണ് ഞാൻ കഴിക്കുന്നത്. നമ്മുടെ മീല് ശരിയല്ല കേട്ടോ. അപ്പം ശരി മക്കളെ.